നടിയുടെ ഹർജിയിൽ സംസ്ഥാന സർക്കാർ എതിർപ്പ് അറിയിച്ചിട്ടില്ല. സർക്കാരിനില്ലാത്ത എതിർപ്പ് നടിയെ ആക്രമിച്ച കേസിലെ 8ാം പ്രതിയായ ദിലീപിന് എന്തിനാണെന്നും ഹൈക്കോടതി ചോദിച്ചു. അതിജീവിതയുടെ ഹർജിയിൽ ദിലീപിന്റെ താൽപര്യം എന്താണെന്നും കോടതി ചോദിക്കുന്നുണ്ട്. കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചുവെന്നാണ് കേസ്. കോടതിയും അതിജീവിതയുമാണ് ഈ കേസിലെ കക്ഷികൾ. അന്വേഷണ റിപ്പോർട്ട് നടിയെ ആക്രമിച്ച കേസിലെ 8ാം പ്രതിയായ ദിലീപിനെ ബാധിക്കുന്നതല്ല എന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. മെമ്മറി കാർഡിന്റെ അന്വേഷണം നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണയെ ബാധിക്കുമെന്ന ദിലീപിന്റെ അഭിഭാഷകന്റെ വാദം കോടതി അംഗീകരിച്ചില്ല. മെമ്മറി കാർഡിലെ മാറ്റം വരുത്തിയത് നിങ്ങളാണെന്ന് ഹർജിക്കാരിയായ നടി പരാതിയിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് കോടതി ദിലീപിനോട് ചോദിച്ചു. പ്രത്യക്ഷമായി അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നും എന്നാൽ പരോക്ഷമായി തന്റെ കക്ഷിയുടെ മേൽ പഴിചാരുകയാണെന്നുമായിരുന്നു ദിലീപിന്റെ അഭിഭാഷകൻ വാദിച്ചത്. അതിജീവിത നൽകിയ ഹർജിയിൽ 8ാം പ്രതിയായ ദിലീപ് എതിർകക്ഷിയല്ല. ഹർജിയിൽ ദിലീപ് പിന്നീട് കക്ഷി ചേരുകയായിരുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു. പ്രധാന കേസിലെ വിചാരണയും മെമ്മറി കാർഡിലെ അന്വേഷണവും സമാന്തരമായി മുന്നോട്ടു പോകണമെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. അതിജീവിതയുടെ ഉപഹർജിയിന്മേൽ വാദം പൂർത്തിയായതിനെ തുടർന്ന് ഹൈക്കോടതി വിധി പറയാനായി മാറ്റി. മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട ആരോപണം അന്വേഷിച്ച പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയുടെ റിപ്പോർട്ട് റദ്ദാക്കണമെന്നും കോടതി മേൽനോട്ടത്തിൽ IG റാങ്കിൽ കുറയാത്ത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിൽ ഉത്തരവിടണമെന്നും ആവശ്യപ്പെട്ടാണ് നടി ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. തുടർന്ന് അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. 3 തവണ അനധികൃതമായി മെമ്മറി കാർഡ് തുറന്നു പരിശോധിച്ചതായാണ് നടി ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത്. 2 കോടതി ജീവനക്കാരും അങ്കമാലി മുൻ മജിസ്ട്രേറ്റുമാണ് മെമ്മറി കാർഡ് പരിശോധിച്ചതെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.